എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം 1600 രൂപയിൽ നിന്നും 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. 400 രൂപ അധികമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇനിയും 2000 രൂപയായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്നൊരു വാർത്ത തന്നെയാണിത്. നമുക്കൊരു വർധനവ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. 2021 LDFിന്റെ പ്രകടന പത്രികയിൽ തന്നെ 2500 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം നൽകും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ആ ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നത്. 1600 രൂപയിൽ നിന്നും 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇത് ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്നതാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കേരളം മുഴുവൻ ഈ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ 2000 രൂപയായിരിക്കും ഇനി നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം. അപ്പോൾ ഈ മാസമായിരിക്കില്ല, വരും മാസങ്ങളിൽ തന്നെ നവംബർ ഡിസംബർ മാസമൊക്കെ തന്നെയായിരിക്കും ഈ ഒരു തുക പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആ ഒരു വർധനവ് തുക നമുക്ക് ലഭിക്കുന്നത്. നവംബർ ഡിസംബർ മാസം ഏതെങ്കിലും ഒരു മാസമായിരിക്കും. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ കുടിശ്ശികയുള്ള ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ മസ്റ്ററിങ് ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ മസ്റ്ററിങ് പൂർത്തീകരിക്കുക. ഈ 2000 രൂപയൊന്നും വെറുതെ കളയരുത്. മസ്റ്ററിങ് ചെയ്യാതൊക്കെ നിരവധി ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ 2 മാസത്തെയൊക്കെ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് മസ്റ്ററിങ് ചെയ്തിട്ടും. അത് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയത് എന്ത് കാരണമാണെന്നുള്ളത് നിങ്ങളത് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ച് അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ടതാണ്. എന്തായാലും ഈ ഒരു 400 രൂപ വർധനവ് നിസ്സാരമൊന്നും തന്നെയല്ല. ഈ ക്ഷേമ പെൻഷൻ വിതരണം വാങ്ങുന്നവർക്ക് അത് വളരെ ഒരു ഉപകാരപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 2000 രൂപ എന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. 2000 രൂപയായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം. ഒക്ടോബർ മാസം അതുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം മന്ത്രിതല യോഗത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം ഒഫീഷ്യലായിട്ട് തന്നെയാണ് അറിയിക്കുന്നത്. അതിനുശേഷം മുതലാണ് അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം മുതൽ വർധനവ് തുക നമുക്ക് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഈ ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത വർഷം അവരുടെ സാമ്പത്തികസ്ഥിതി അനുസരിച്ചുകൊണ്ട് തന്നെ 3000 രൂപയിലേക്ക് ഈ പെൻഷൻ എത്തുമെന്നൊക്കെ ഉള്ള വാർത്തകളും നമുക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഈ 2000 രൂപ നിങ്ങൾക്ക് ഉറപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം 2000 രൂപ തന്നെയായിരിക്കും. ഓക്കെ, അതൊക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്.